ഇതല്ല വേറൊരു കളർ. സ്ക്രീൻ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു നിറച്ചും പൂക്കളുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിലിട്ടതിൻ്റെ ബാക്കി ഭാഗമാണ്. വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കളുള്ളൊരു വള്ളിച്ചെടിയാണ്. ഗാർലിൻ വൈനിൻ്റെ വേറൊരു ഇനത്തിൽപ്പെട്ടതാണ്. നല്ല വെയിലുള്ള ഭാഗത്താണ് ഇത് നിൽക്കുന്നത്. ആ വീട്ടിലേക്ക് ഈ ഒരു ചെടി മതി. വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടുമാണ്. ഭയങ്കര വലിയ ഒരു വള്ളിച്ചെടീൻ്റെ ഒരു എന്താ പറയുക, അത്രയും വലിപ്പമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ 2 സ്ഥലത്തുണ്ട്, 3-ാമത്തെ സ്ഥലത്തും ഉണ്ട് ഉണ്ടാക്കിയിട്ട്. അതിന് പൂക്കളായിട്ടില്ല. ഇതൊരു ഭംഗിയാണ്, കാണാൻ വയ്യാത്ത അത്രയും വലുപ്പത്തിലുള്ള പൂക്കൾ. എത്രയും ഉയരത്തിലാണ് ഇതൊരു വലിയ ഇതിലേക്ക് പടർത്തിയതാണ്. ഇതൊരു വെട്ടിക്കൽ ഗാർഡൻ്റെ ഒരു ചെറിയ സംഭവമാണ്. അതിന്മേൽ കുറേ ചെടികളുണ്ട്, ഒരേ പോലത്തെ ചെടികൾ കുറേ ഉണ്ട്. പിന്നെ കണ്ടില്ല എന്താണ് ഭംഗിയെന്നാ നമ്മൾ പറഞ്ഞറിയിച്ചാലൊന്നും പറ്റാത്ത അത്രയും ഭംഗിയുള്ള ചെടികളാണ്. അതുമാതിരി തന്നെ പല ഐറ്റംസ് ചെടികളുണ്ട്. എന്താ പറയാൻ, എനിക്ക് പറയാനൊന്നും അറിയില്ല. അത്രയും നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇവരുടെ വീട്ടിലുള്ളത്. അതുമാതിരത്തത് പല സ്ഥലത്തും ഇങ്ങനെ എന്താ പറയുക, പണ്ടത്തൊക്കെ വലിയൊരു ഇതുമാതിരി കണ്ടില്ല, ഇതുമാതിരി പല ചെടികളുണ്ട്. ഇതുമാതിരിയായിട്ട് ഒരു സ്റ്റെമ്മുമ്മലിട്ട് വള്ളി പടർത്തി കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു വള്ളി പോലത്തെ ചെടി തന്നെയാണ്. അതുമാതിരി തന്നെ വേറെയുണ്ട്. ഇനിയും ഒരു 4 ദിവസം എടുത്താൽ തീരാത്തത്ര ചെടികളുണ്ട് ഈ വീട്ടിൽ. പക്ഷെ ഞാൻ ചെന്നൊരു സമയം ശരിയല്ലായിരുന്നു. വെയിലായതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് ക്യാമറ പിടിച്ചിട്ട് കാണാത്തത്രയും ഇതുണ്ട്. പിന്നെ ഞാൻ ഒരു പറഞ്ഞത് ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം ആളെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം വരുമ്പോൾ നല്ല വീഡിയോസാക്കി വിടുക പറഞ്ഞു. എങ്കിലും എനിക്ക് പറ്റുന്ന മാതിരിയൊക്കെ ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതും ദൂരം നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ വീട്ടിൽ ചെറുതെങ്കിലും ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ലൈക്കും കമൻറ്റും